റെഡീസ് ടവറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം തലക്കെട്ടുകൾ ആദ്യം. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. 176 കിലോമീറ്റർ നീളത്തിൽ ലോകത്തിലെ ഏറ്റവും നീളമുള്ള റിയാദ് മെട്രോ സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് ഉദ്ഘാടനം ചെയ്തു. 6 ലൈനുകളുള്ള മെട്രോയുടെ ആദ്യ 3 ലൈനുകളിൽ ഞായറാഴ്ച മുതൽ സർവീസ് തുടങ്ങും. ഡിസംബർ 15-ന് രണ്ടാം ഘട്ട ലൈനുകളും ജനുവരി 5-ന് മുഴുവൻ ലൈനുകളും ഇതോടെ തുറക്കും. 2 മണിക്കൂറിന് 4 റിയാൽ മാത്രമാണ് യാത്രാ ചെലവ്. അബ്ദുള്ള രാജാവിന്റെ ഭരണകാലത്ത് പ്രഖ്യാപിച്ച പദ്ധതിയാണ് റിയാദ് മെട്രോ. 10 വർഷം പിന്നിട്ട കാത്തിരിപ്പിനൊടുവിൽ സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് കൊട്ടാരത്തിൽ വെച്ച് റിയാദ് മെട്രോയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മെട്രോയുടെ പ്രാഥമിക വിവരങ്ങൾ ഇങ്ങനെയാണ്. 6 റൂട്ടുകൾ, 176 കിലോമീറ്റർ നീളത്തിൽ ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള ലൈൻ, 4 സെൻട്രൽ സ്റ്റേഷനുകളടക്കം ആകെ 85 സ്റ്റേഷനുകൾ. ഇവയെ പരസ്പരം ബന്ധിപ്പിച്ച് 1000-ഓളം ബസ്സുകൾ സർവീസ് നടത്തുന്ന റിയാദ് ബസ് സർവീസുമുണ്ട്. റിയാദ് ബസ് സർവീസിന് ഉപയോഗിക്കുന്ന ദർബ് ആപ്പ് തന്നെയായിരിക്കും മെട്രോക്കും ഉപയോഗിക്കുക. 4 മണിക്കൂറിന് 4 റിയാലാണ് യാത്രാ ചാർജ്. 3 ദിവസം, ആഴ്ച, മാസം എന്നിങ്ങനെ വ്യത്യസ്ത പാക്കേജുകൾ ഇവയിൽ ലഭ്യമാണ്. ബ്ലൂ, റെഡ്, യെല്ലോ, ഗ്രീൻ, പർപ്പിൾ എന്നീ 6 നിറങ്ങളാണ് റെയിൽപാതക്കും ട്രെയിനുകൾക്കും നൽകിയിട്ടുള്ളത്. ഇതിൽ ആദ്യഘട്ടത്തിൽ ഡിസംബർ 1-ന് ഞായറാഴ്ച ബ്ലൂ, യെല്ലോ, പർപ്പിൾ ലൈനുകൾ സർവീസ് തുടങ്ങും. രാവിലെ 6 മുതൽ രാത്രി 12 വരെയാണ് സർവീസ്. 2 ആഴ്ച പൂർത്തിയാകുന്ന ഡിസംബർ 15-ന് ഗ്രീൻ, റെഡ് ലൈനുകളും തുറക്കും. ജനുവരി 5-നാണ് അവസാന റൂട്ടായ ഓറഞ്ച് ലൈൻ തുറക്കുക. റിയാദ് നഗരത്തിന്റെ മുക്കുമൂലകളെ ബന്ധിപ്പിക്കുന്ന വിധത്തിലാണിത്. ഏഷ്യയിലെ ഏറ്റവും തിരക്കുള്ള അറബ് നഗരങ്ങളിൽ മുന്നിലുള്ള റിയാദിന് മെട്രോ ആശ്വാസം നൽകുമെന്നാണ് കരുതുന്നത്. 2027 ഏഷ്യൻ കപ്പ്, 2030 എക്സ്പോ, 2034 ഫിഫ വേൾഡ് കപ്പ് എന്നിവ കൂടി മുന്നിൽ കണ്ടാണ് റിയാദ് മെട്രോയുടെ വരവ്. അഫ്താബുർ റഹ്മാൻ, മീഡിയ 1, റിയാദ്. സൗദിയിലെ 60%-ലധികം ആളുകൾ റിയാദ് മെട്രോ ഉപയോഗിക്കുമെന്ന് സർവേ റിപ്പോർട്ടുകൾ. 1000-ലധികം ആളുകളെ ഉൾപ്പെടുത്തിയാണ് സർവേ നടത്തിയത്. നാഷണൽ സെന്റർ ഫോർ പബ്ലിക് ഒപ്പീനിയന്റേതാണ് സർവേ ഫലങ്ങൾ. 1202 പേരെ ഉൾപ്പെടുത്തിയായിരുന്നു സർവേ. 57% പുരുഷന്മാരും 43% സ്ത്രീകളുമാണ് പ്രതികരിച്ചത്. 60%-ലധികം ആളുകളാണ് സർവേ ഫലത്തിൽ മെട്രോ ഉപയോഗിക്കുമെന്ന് അറിയിച്ചത്. അവ ഇപ്രകാരമാണ്: 31% പേർ ജോലി അല്ലെങ്കിൽ പഠനയാത്രകൾക്കായി മെട്രോ ഉപയോഗിക്കും. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കാനായി ഉപയോഗിക്കുക 30% ആളുകളാണ്. 24% ഷോപ്പിങ്ങിനായാണ് മെട്രോയിൽ യാത്ര ചെയ്യുക. 15% ആളുകൾ കുടുംബ സന്ദർശനങ്ങൾക്കായും സേവനം ഉപയോഗിക്കും. മെട്രോ ഉപയോഗം വർദ്ധിക്കുന്നതിലൂടെ റിയാദിലെ ട്രാഫിക് തിരക്കിനും പരിഹാരമാകുമെന്നും സർവേ സൂചിപ്പിക്കുന്നു. ഇതോടൊപ്പം തന്നെ മെട്രോയുടെ പ്രത്യേകതകൾ, റിയാദ് മെട്രോ ആളുകളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടും സർവേ നടത്തിയിരുന്നു. 6 ലൈനുകളുള്ള മെട്രോയുടെ ആദ്യ 3 ലൈനുകളിൽ ഞായറാഴ്ച മുതൽ സർവീസ് ആരംഭിക്കും. ഡിസംബർ 15-ന് രണ്ടാം ഘട്ട ലൈനുകളും ജനുവരി 5-ന് മുഴുവൻ ലൈനുകളും തുറക്കും. 2 മണിക്കൂറിന് 4 റിയാൽ മാത്രമാണ് യാത്രാ ചിലവ്. മിഷാൽ ചെർപ്പളശ്ശേരി, മീഡിയ 1, റിയാദ്. ശരി, MC നാസറാണ് വിശദ വിവരങ്ങൾ നൽകിയത് ദുബായിൽ നിന്ന്. ലബനനിലെ വെടിനിർത്തലിനെ സ്വാഗതം ചെയ്ത് കുവൈത്ത് അക്രമങ്ങളെ തടയാനുള്ള എല്ലാ അന്താരാഷ്ട്ര ശ്രമങ്ങളെയും മന്ത്രാലയം അഭിനന്ദിച്ചു. ഗസയിലെയും വെസ്റ്റ് ബാങ്കിലെയും ഫലസ്തീൻ ജനതയ്ക്കെതിരെ ഇസ്രായേൽ തുടരുന്ന ആക്രമണങ്ങൾ തടയാനും അന്താരാഷ്ട്ര ശ്രമങ്ങൾ ശക്തമാക്കണമെന്ന് കുവൈത്ത് വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. കുവൈത്തിലെ സ്ഥാപനങ്ങളുടെ ട്രാഫിക് ഇടപാടുകൾ കൈകാര്യം ചെയ്യാൻ കമ്പനി പ്രതിനിധികളെ അനുവദിക്കുന്ന ഉത്തരവ് പുറപ്പെടുവിച്ചു. ഇനി മുതൽ ഈ ഇടപാടുകൾ കമ്പനി ഉടമകൾക്കോ പ്രതിനിധികൾക്കോ നേരിട്ട് നടത്താം. ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ ജമാൽ അൽ ഫൗദരിയാണ് ഈ തീരുമാനം പ്രഖ്യാപിച്ചത്. കുവൈറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയിൽ നിന്നുള്ള അധികാനുമതി ഇനി ആവശ്യമില്ലെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. തവണ വ്യവസ്ഥയിൽ വാഹനങ്ങൾ വാങ്ങുന്നതിന് പുതിയ നിബന്ധനകളുമായി ഖത്തർ വാണിജ്യ വ്യവസായ മന്ത്രാലയം. ഉപഭോക്താക്കളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്ന ക്രെഡിറ്റ് റിപ്പോർട്ടുകൾ നൽകണമെന്നാണ് നിർദ്ദേശം. വാഹനം വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് തിരിച്ചടവിന് ശേഷിയുണ്ടോ, ബാങ്ക് ഇടപാടുകളിലെ കൃത്യത തുടങ്ങിയവ കമ്പനികൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നതാണ് പുതിയ നിർദ്ദേശങ്ങൾ. ഖത്തർ ക്രെഡിറ്റ് ബ്യൂറോയിൽ നിന്നുള്ള ക്രെഡിറ്റ് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള ഉപഭോക്താവിന്റെ രേഖകൾ വാഹന ഡീലർ കമ്പനികൾക്ക് വാങ്ങാവുന്നതാണ്. ഇതിനു പുറമെ ശമ്പള സർട്ടിഫിക്കറ്റും മറ്റ് അലവൻസ് സംബന്ധിച്ച വിവരങ്ങളും ബാങ്കിൽ നിന്നും കടബാധ്യത സംബന്ധിച്ച സർട്ടിഫിക്കറ്റും ഡീലർ ആവശ്യപ്പെടണം. 1 മാസത്തിനുള്ളിൽ പുതിയ വ്യവസ്ഥകൾ പ്രാബല്യത്തിൽ വരുത്തണമെന്നും വാണിജ്യ വ്യവസായ മന്ത്രാലയം നിർദ്ദേശിച്ചു. മീഡിയ 1, ദോഹ.
പൊതുസ്ഥലങ്ങളിലും താമസ സ്ഥലങ്ങളിലും അലക്ഷ്യമായി ഉപേക്ഷിച്ച വാഹനങ്ങൾ നീക്കം ചെയ്യണമെന്ന് നിർദ്ദേശം നൽകി മസ്കത്ത് മുനിസിപ്പാലിറ്റി. ഇത്തരം വാഹനങ്ങളിൽ മുനിസിപ്പാലിറ്റി നോട്ടീസ് പതിക്കും. മുന്നറിയിപ്പ് നോട്ടീസ് പതിപ്പിച്ച് 14 ദിവസത്തിനകം ഉടമസ്ഥന്റെ ചെലവിൽ വാഹനം നീക്കം ചെയ്യണമെന്നാണ് നിയമം. പൊതുസ്ഥലങ്ങളിലും താമസ സ്ഥലങ്ങളിലും ഓഫീസ് കെട്ടിടങ്ങളോട് ചേർന്നതുമടക്കം അലക്ഷ്യമായി ഉപേക്ഷിക്കപ്പെട്ട വാഹനങ്ങൾ ഉടൻ നീക്കം ചെയ്യണമെന്നാണ് ഉടമകളോട് മസ്കത്ത് മുനിസിപ്പാലിറ്റിയുടെ നിർദ്ദേശം. താമസ വ്യവസായ കേന്ദ്രങ്ങളിലെ വിവിധ പാർക്കിങ്ങുകളിലാണ് വാഹനങ്ങൾ ദീർഘകാലമായി ഉപേക്ഷിച്ച നിലയിലുള്ളത്. ഇത്തരം വാഹനങ്ങളിൽ മുനിസിപ്പാലിറ്റി നോട്ടീസ് പതിക്കും. മുന്നറിയിപ്പ് നോട്ടീസ് പതിപ്പിച്ച് 14 ദിവസത്തിനകം ഉടമസ്ഥന്റെ ചെലവിൽ വാഹനം നീക്കം ചെയ്യണമെന്നാണ് നിയമം. അല്ലാത്ത പക്ഷം നഗരസഭ നീക്കം ചെയ്യും. ഇതിനിടെ വാഹനത്തിന് സംഭവിക്കുന്ന കേടുപാടുകളിൽ മുനിസിപ്പാലിറ്റി ഉത്തരവാദികളായിരിക്കില്ല. നീക്കം ചെയ്ത വാഹനങ്ങൾ തിരികെ വാങ്ങാനെത്തുന്ന ഉടമസ്ഥരിൽ നിന്ന് 200 ഒമാനി റിയാൽ പിഴ ഈടാക്കും. 15 ആളുകൾക്ക് വരെ യാത്ര ചെയ്യാൻ സാധിക്കുന്ന വാഹനങ്ങൾക്കും സൈക്കിളുകൾക്കും ഇതേ പിഴയാണ് ചുമത്തുക. പൊതു ഇടങ്ങളിൽ ഉപേക്ഷിച്ച വാഹനങ്ങൾ ഉണ്ടെങ്കിൽ നഗരസഭയെ അറിയിക്കണമെന്നും പെട്ടെന്ന് തന്നെ നീക്കം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. രാജ്യത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ മസ്കത്തിൽ പൊതു ഇടങ്ങളിലും നിരത്തുകളിലും ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട വാഹനങ്ങൾ നഗര സൗന്ദര്യത്തെ നശിപ്പിക്കുന്നതാണെന്നും സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നും മുനിസിപ്പാലിറ്റി പറയുന്നു. മീഡിയ 1 മസ്കത്ത്. ഖത്താറ പായക്കപ്പൽ മേളയ്ക്ക് ഖത്താറ കൾച്ചറൽ വില്ലേജിൽ തുടക്കം. ഗൾഫ് രാജ്യങ്ങളുടെ സമുദ്ര പൈതൃകങ്ങൾ പരിചയപ്പെടാനുള്ള അവസരമാണ് ഖത്തറിലെ പായക്കപ്പൽ മേള. കടലും കടൽ യാത്രകളുമായി പുരാതന കാലം മുതലേ ഇഴപിരിഞ്ഞു കിടക്കുന്നതാണ് അറബികളുടെ ജീവിതം. പൂർവികരുടെ ജീവിതവും പൈതൃകവും പുതുതലമുറയെ ഓർമ്മപ്പെടുത്താനുള്ള അവസരമെന്ന നിലയിൽ കൂടിയാണ് ഖത്താറ പായക്കപ്പൽ മേള സജ്ജീകരിച്ചിരിക്കുന്നത്. ഇത്തവണ ഇന്ത്യ അടക്കം 11 രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത്. ഖത്തറിന്റെ മാത്രമല്ല മേഖലയിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കടൽപ്പാട്ടുകളും സാംസ്കാരിക പരിപാടികളും ഖത്താറയിൽ അരങ്ങേറും. മുത്തുകൾ ശേഖരിക്കുന്നതും ആഭരണങ്ങൾ ഉണ്ടാക്കുന്നതും വല നെയ്യുന്നതുമെല്ലാം പരിചയപ്പെടാനുള്ള അവസരമുണ്ട്. എല്ലാ ദിവസവും വൈകിട്ട് 3 മുതൽ രാത്രി 10 വരെ സന്ദർശകർക്ക് കാഴ്ചകൾ ആസ്വദിക്കാം. ഡിസംബർ 7-നാണ് പായക്കപ്പൽ മേള സമാപിക്കുന്നത്. മീഡിയ 1 ദോഹ. മിഡിസ്റ്റ് അവറിലേക്ക് വീണ്ടും. ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നതിനായി പുതിയ ചാരിറ്റി ഫൗണ്ടേഷന് തുടക്കം കുറിച്ച് ഖത്തർ മുൻ ഭരണാധികാരിയും പിതാവ് അമീറുമായ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനി. ഖത്തറിനകത്തും പുറത്തുമായി ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായം എത്തിക്കലാണ് ഹമദ് ബിൻ ഖലീഫ ഫൗണ്ടേഷന്റെ ലക്ഷ്യം. വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ മേഖലകൾ കേന്ദ്രീകരിച്ചായിരിക്കും പ്രവർത്തനം. പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 2 കോടി ഖത്തർ റിയാൽ മാറ്റിവെച്ചിട്ടുണ്ട്. ഒമാനിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാവുന്നത് സുൽത്താന്റെ സ്കൂൾ സന്ദർശന വീഡിയോയാണ്. വിദ്യാർത്ഥികൾ സുൽത്താനോട് സംവദിക്കുന്നതും ചിരിച്ചുകൊണ്ട് കുട്ടികളെ ചേർത്ത് നിർത്തുന്നതും വീഡിയോയിലുണ്ട്. വിദ്യാർത്ഥികളെ സ്വന്തം കുട്ടികളെ പോലെ കാണണമെന്ന നിർദ്ദേശവും അധ്യാപകർക്ക് നൽകിയാണ് സുൽത്താൻ മടങ്ങിയത്. കഴിഞ്ഞ ദിവസമാണ് മസ്കത്ത് ഗവർണറിലെ അമീറാത്ത് വിലായത്തിലുള്ള സുൽത്താൻ ഫൈസൽ ബിൻ തുർക്കി ബോയ്സ് സ്കൂളിൽ ഒമാൻ സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് സന്ദർശനം നടത്തിയത്. വിദ്യാഭ്യാസ മേഖലയിൽ രാജ്യത്ത് നടപ്പാക്കുന്ന ആധുനിക പരിപാടികൾ നിരീക്ഷിക്കുക എന്നതായിരുന്നു സന്ദർശനത്തിൻ്റെ പ്രധാന ലക്ഷ്യം. സുൽത്താനെ വിദ്യാഭ്യാസ മന്ത്രിയും അധ്യാപകരും ചേർന്ന് സ്കൂളിൽ സ്വീകരിച്ചു. സ്കൂളിലെ അക്കാദമിക പ്രവർത്തനങ്ങൾ വീക്ഷിച്ച സുൽത്താൻ വിദ്യാർത്ഥികളുമായി ആശയവിനിമയം നടത്തി. അവരെ ചേർത്ത് നിർത്തി അഭിവാദ്യം ചെയ്തു. ക്ലാസ് മുറികളിലും ലബോറട്ടറിയിലും സന്ദർശിക്കുന്നതിനൊപ്പം ഫൈൻ ആർട്സ് ഹാളിൽ നടന്ന വർക്ക്ഷോപ്പിലും സ്പോർട്സ് ക്ലാസ്സിലും സുൽത്താൻ എത്തി. മസ്കത്ത് ഗവർണറിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള അധ്യാപകരും വിദ്യാർത്ഥികളുമായി കൂടിക്കാഴ്ചയും സംഘടിപ്പിച്ചിരുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ വരുത്തേണ്ട അവരുടെ അഭിപ്രായങ്ങൾ കേട്ടാണ് അദ്ദേഹം സ്കൂളിൽ നിന്നും മടങ്ങിയത്. നിരവധി പേരാണ് സുൽത്താൻ്റെ സ്കൂൾ സന്ദർശന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത്. മീഡിയ 1 മസ്കത്ത്. ശൈത്യത്തിന്റെ വരവറിയിച്ച് സൗദിയുടെ കിഴക്കൻ പ്രവിശ്യയിലും മഴയെത്തി. വിവിധ ഭാഗങ്ങളിൽ രാവിലെ മുതൽ മഴയും ശീതക്കാറ്റും അനുഭവപ്പെട്ടു. സൗദിയുടെ ഇതര ഭാഗങ്ങളിലും മഴ തുടരുകയാണ്. തണുപ്പിന്റെ വരവറിയിച്ച് കിഴക്കൻ സൗദിയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇന്ന് മഴയെത്തി. ദമ്മാം, അൽക്കോബർ, അൽഹസ, നാരിയ, അഫർബാത്തിൻ ഭാഗങ്ങളിൽ പുലർച്ചെ മുതൽ മഴ പെയ്തു. ഇടിമിന്നലോടുകൂടിയ മഴയാണ് ചിലയിടങ്ങളിൽ അനുഭവപ്പെട്ടത്. ശീതക്കാറ്റും അനുഭവപ്പെട്ടു വരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ തണുപ്പിന് കാഠിന്യമേറുമെന്ന് കാലാവസ്ഥാ കേന്ദ്രവും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സൗദിയുടെ മറ്റു ഭാഗങ്ങളിലും ദിവസങ്ങളായി മഴ തുടരുകയാണ്. വടക്കൻ അതിർത്തി പ്രദേശങ്ങൾ ഹായിൽ, അസീർ, കസീം, മക്ക, മദീന ഭാഗങ്ങളിലും മഴ അനുഭവപ്പെട്ട് വരുന്നുണ്ട്. മീഡിയ 1
ദമ്മാം. കുവൈറ്റിൽ വരും ദിവസങ്ങളിൽ തണുപ്പ് കൂടും. രാജ്യത്ത് വീശുന്ന വടക്ക് പടിഞ്ഞാറൻ കാറ്റ് മൂലമാണ് അന്തരീക്ഷ താപനില കുറയുന്നത്. പകൽ പരമാവധി താപനില 20 മുതൽ 22 ഡിഗ്രി സെൽഷ്യസ് വരെയും കുറഞ്ഞ താപനില 7 മുതൽ 11 ഡിഗ്രി സെൽഷ്യസ് വരെയുമായിരിക്കും. രാത്രി സമയങ്ങളിൽ തണുപ്പ് കൂടുന്നതിനാൽ പുറത്തിറങ്ങുന്നവർ ശൈത്യത്തെ പ്രതിരോധിക്കുന്ന വസ്ത്രം ധരിക്കണമെന്നും ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. കുവൈറ്റിലെ തൊഴിൽ നിയമങ്ങളെക്കുറിച്ച് സെമിനാർ സംഘടിപ്പിച്ച ഇന്ത്യൻ എംബസി. ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ആദർശ് സ്വൈക്ക സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് എംബസി സജീവമായി പ്രവർത്തിക്കുന്നതായും പരാതികൾ പരിഹരിക്കുന്നതിന് മുഴുവൻ സമയവും എമർജൻസി വാട്സാപ്പ് ഹെൽപ്പ് ലൈൻ ലഭ്യമാണെന്നും അംബാസിഡർ അറിയിച്ചു. സെമിനാറിൽ പബ്ലിക് മാൻ പവർ അതോറിറ്റി, ഡൊമസ്റ്റിക് ലേബർ ഓഫീസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. സംഘടിക്കുക, ശക്തരാവുക എന്ന തലക്കെട്ടിൽ ഇസ്ലാമിക് വിമൻസ് അസോസിയേഷൻ ഐവ കുവൈത്ത് നടത്തിവരുന്ന സംഘടനാ ക്യാമ്പയിന് സമാപനം. സാൽമിയ സെൻട്രൽ ഹാളിൽ നടന്ന പരിപാടിയിൽ മെഹബൂബ അനീസ് മുഖ്യപ്രഭാഷണം നടത്തി. ജസീറ ആസിഫ് അധ്യക്ഷത വഹിച്ചു. സുഹാർ ഫെസ്റ്റിവലിൽ ഇനി ശനിയാഴ്ച പ്രവാസി ദിനമായി ആചരിക്കും. വീക്ക്ലി എക്സ്പാറ്റ് ഡേ ആയിട്ടാണ് പ്രഖ്യാപനം. കലാ സാംസ്കാരിക പരിപാടികൾ സമന്വയിപ്പിക്കുന്ന നഗരിയിൽ പ്രതിവാര പ്രവാസി ദിനം ഏറെ ആവേശത്തോടെയാണ് പ്രവാസികൾ കാണുന്നത്. ഒമാനിലെ കലാ സാംസ്കാരിക പൈതൃക പരിപാടിയായ സുഹാർ ഫെസ്റ്റിവലിൽ പ്രവാസികളെയും ചേർത്ത് പിടിച്ച തീരുമാനമാണ് നോർത്ത് അൽ ബാത്തിന ഗവർണറുടെ ഓഫീസിൽ നിന്നുണ്ടായത്. വീക്ക്ലി എക്സ്പാറ്റ് ഡേ എന്ന പേരിലാണ് ഈ വർഷം മുതൽ പുതിയ ദിനം പ്രവാസികൾക്കായി പ്രഖ്യാപിച്ചത്. പ്രതിവാര പ്രവാസി ദിനം സമൂഹങ്ങളെ ബന്ധിപ്പിക്കുന്ന പാലമാണെന്നായിരുന്നു സുഹാർ ഫെസ്റ്റിവൽ ഇവന്റ് കമ്മിറ്റി തലവൻ ഡോക്ടർ അബ്ദുറഹ്മാൻ അൽ കാസിമിയുടെ അഭിപ്രായം. തങ്ങളുടെ സാന്നിധ്യവും വൈവിധ്യവും കൊണ്ടാടാൻ ആഴ്ചയിൽ ഒരു ദിനമെന്നത് ഏറെ ആവേശത്തോടെയാണ് പ്രവാസികൾ വരവേൽക്കുന്നത്. എല്ലാ ശനിയാഴ്ചകളുമാണ് പ്രവാസികളുടെ ദിനമായി പ്രഖ്യാപിച്ചത്. പ്രവാസികൾ കൂടി ആഘോഷമാക്കാൻ ഉതകുന്ന തരത്തിൽ കലാ സാംസ്കാരിക പരിപാടികൾ സമന്വയിപ്പിക്കുന്ന നഗരിയിൽ ഇത് മറ്റൊരു തുടക്കമാകും. രാത്രിയെ പകലാക്കുന്ന വർണ്ണക്കാഴ്ചകൾ നിറയുന്ന സുഹാർ ഫെസ്റ്റിവലിന് ഒമാന്റെ ദേശീയ ദിനത്തോടനുബന്ധിച്ചാണ് തുടക്കമായത്. കലയുടെ മാമാങ്കം ജനുവരി 3 വരെ നീണ്ടു നിൽക്കും. സുഹാർ സനായ റോഡിലെ എൻ്റർടൈൻമെൻറ്റ് പാർക്കിലാണ് പരിപാടി അരങ്ങേറുന്നത്. ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായ കലാവിരുന്നാണ് ഒരുക്കിയിരിക്കുന്നത്. മീഡിയ 1 മസ്കത്ത്. സൗദിയിലെ റിയാദിലെ കൊച്ചി കൂട്ടായ്മയുടെ 22ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. അൽമാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം ഷിഹാബ് കുട്ടുകാട് നിർവഹിച്ചു. ഷംനാഥ് കരുനാഗപ്പള്ളി, KB ഷാജി, ജിനോഷ് അഷ്റഫ് തുടങ്ങിയവർ ചടങ്ങിന്റെ ഭാഗമായി. ആഘോഷങ്ങളുടെ ഭാഗമായി സംഗീത വിരുന്നടക്കം നിരവധി കലാപരിപാടികളും അരങ്ങേറി. ഖത്തർ വേദിയാകുന്ന ഫോർമുല 1 മത്സരങ്ങൾക്ക് നാളെ തുടക്കമാകും. ഞായറാഴ്ച രാത്രിയാണ് വേഗരാജാവിനെ കണ്ടെത്തുന്ന പോരാട്ടം നടക്കുന്നത്. ആരാധകർക്കായി മുഷൈരിബിൽ ഫാൻ സോണും ഒരുക്കിയിട്ടുണ്ട്. ലുസൈൽ ഇന്റർനാഷണൽ സർക്യൂട്ടിൽ റെഡ്ബുളിന്റെ മാക്സ് വെസ്തപ്പൻ ഒരിക്കൽ കൂടി വേഗരാജാവാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇതിനോടകം തന്നെ ഫോർമുല 1 ചാമ്പ്യനായി കഴിഞ്ഞ വെസ്തപ്പൻ ലാസ് വേഗാസിൽ 5ാമതായിരുന്നു ഫിനിഷ് ചെയ്തത്. ഞായറാഴ്ച രാത്രി 8 മുതലാണ് പോരാട്ടം നടക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് 2:30 മുതൽ പ്രാക്ടീസ് സെഷനുകൾ തുടങ്ങും. ശനിയാഴ്ച ക്വാളിഫയിങ് റേസും സ്പ്രിന്റ് റേസുമാണ് നടക്കുന്നത്. ലുസൈൽ സർക്യൂട്ടിൽ ആരാധകർക്കായി വൈവിധ്യമാർന്ന പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ ബറാഹത്ത് മുഷൈരിബിൽ ഫാൻ സോണും തയ്യാറാണ്. പ്രവേശനം സൗജന്യമാണ്. മീഡിയ 1 ദോഹ. UAE ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി ദുബായ് KMCC ഒരുക്കുന്ന സാംസ്കാരിക സമ്മേളനം ഡിസംബർ 1 നടക്കും. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. KMCC ഭാരവാഹികളാണ് വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം അറിയിച്ചത്. ദുബായ് ഊദുമേത്തയിലെ അൽ നസർ ലിഷർലാൻഡിലാണ് KMCCയുടെ സാംസ്കാരിക സമ്മേളനം. സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് പുറമെ ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയും മുഖ്യാതിഥിയായി പങ്കെടുക്കും. ലീഗ് നേതാക്കളായ PK കുഞ്ഞാലിക്കുട്ടി, PMA സലാം, CDA സോഷ്യൽ റെഗുലേഷൻ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ മുഹമ്മദ് അൽ മുഹൈരി, ഇന്ത്യൻ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ, അറബ് പ്രമുഖർ തുടങ്ങിയവർ സമ്മേളനത്തിനെത്തുമെന്ന് ആഘോഷ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ അൻവർ അമീൻ ചേലാട്ട് പറഞ്ഞു. ഇശൽ നൈറ്റും ഇതോടൊപ്പമുണ്ടാകും. വിവിധ കലാപരിപാടികൾ KMCC പ്രവർത്തകന്മാരും പ്രവർത്തക മക്കളൊക്കെ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ, കൾച്ചറൽ പ്രോഗ്രാംസ് അപ് ടു 8 o'clock ഉണ്ടാവും. 8 മണിക്കാണ് നമ്മുടെ സാംസ്കാരിക സമ്മേളനം തുടങ്ങുന്നത്. 9:30 സാംസ്കാരിക സമ്മേളനം അവസാനിക്കുന്നതും അതോടനുബന്ധിച്ച് രഹന, ഷാഫി കൊല്ലം, ആദിലാത്തു, കണ്ണൂർ മമ്മാലി എന്നിവരൊക്കെ നയിക്കുന്ന ഒരു ഓർക്കസ്ട്ര ഉണ്ടായിരുന്നു. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ദുബായ് KMCC വിപുലമായ ദേശീയ ദിനാഘോഷം സംഘടിപ്പിക്കുന്നത്. പുതിയ നേതൃത്വത്തിന് കീഴിൽ സംഘടന പുതിയ സാമൂഹിക പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു.
യഹ്യ തളങ്കര, PK ഇസ്മായിൽ, CDA ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ റാഷിദ് അസ്ലം, OK ഇബ്രാഹിം, അഡ്വക്കേറ്റ് ഖലീൽ ഇബ്രാഹിം, റയീസ് തലശ്ശേരി, സമദ് എടക്കുളം, അഷ്റഫ് കൊടുങ്ങല്ലൂർ, സൈനുദ്ദീൻ ചേളാരി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1 ദുബായ്. UAE ദേശീയ ദിനത്തോടനുബന്ധിച്ച് മീഡിയ 1 സംഘടിപ്പിക്കുന്ന ഈശി ബിലാദി ആഘോഷ പരിപാടികൾ നാളെ. ആഘോഷങ്ങൾക്ക് ഷാർജ സഫാരി മാളിൽ വൈകിട്ട് 5 മണിക്ക് കൊടിയേറും. വിവിധ മത്സരങ്ങൾക്ക് പുറമെ സാംസ്കാരിക പരിപാടികളും ഈശി ബിലാദിക്ക് പൊലിമയേക്കും. ഈശി ബിലാദിയിലെ മത്സര പരിപാടികളിൽ പങ്കെടുക്കാനായി നൂറുകണക്കിന് പേരാണ് ഇതിനോടകം രജിസ്റ്റർ ചെയ്തത്. കുട്ടികൾക്കായി കളറിംഗ് ചിത്രരചന മത്സരം, ഇമറാത്തി പരമ്പരാഗത വേഷങ്ങളിൽ കുട്ടികളുടെ ഫാഷൻ ഷോ, ഫേസ് പെയിന്റിംഗ്, ഒപ്പം ദേശീയഗാന മത്സരം, ഹെന്ന ഡിസൈനിംഗ് എന്നിവയും വിവിധ സാംസ്കാരിക പരിപാടികളും അരങ്ങേറും. അബുദാബി മെഹഫിൽ സംഘം മുട്ടിപ്പാട്ടിൽ മാന്ത്രിക തീർക്കാനെത്തും. കൂടാതെ കാലിഗ്രഫി ആർട്ട് ഷോ, ചെണ്ടമേളം, പരേഡ് അങ്ങനെ വിവിധ പരിപാടികൾ വേറെയും. ഈദുൽ ഇത്തിഹാദ് അഥവാ ഐക്യത്തിന്റെ ആഘോഷം എന്ന പേരിലാണ് ഈ വർഷം മുതൽ UAE ദേശീയ ദിനം ആഘോഷിക്കുന്നത്. ഈശി ബിലാദി ആഘോഷങ്ങളിൽ റാക്ക് ഇന്റർനാഷണൽ മറൈൻ സ്പോർട്സ് ക്ലബ് ചെയർമാൻ അറഫ് ഇബ്രാഹിം അൽ ഹറൻകി, SABF എക്സ്റ്റേണൽ അഫയേഴ്സ് എക്സിക്യൂട്ടീവ് മോഹൻകുമാർ, ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തലങ്കര തുടങ്ങിയവർ അതിഥികളായെത്തും. സിംഗ് വിത്ത് പ്രൈഡ് എന്ന പേരിലാണ് UAE ദേശീയഗാന ആലാപന മത്സരം നടക്കുന്നത്. 4 മുതൽ 7 വരെയും 8 മുതൽ 14 വരെയും പ്രായമുള്ള കുട്ടികൾക്ക് 2 വിഭാഗങ്ങളിലായാണ് കളറിംഗ് ചിത്രരചനാ മത്സരങ്ങൾ ഒരുക്കുന്നത്. പേൾ ഓഫ് എമിറേറ്റ് എന്ന പേരിൽ ഇമറാത്തി പരമ്പരാഗത വേഷങ്ങളിൽ നടക്കുന്ന കുട്ടികളുടെ ഫാഷൻ ഷോയിൽ 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെയുള്ള കുട്ടികളാണ് മാറ്റുരയ്ക്കുന്നത്. മെഹന്തി മാജിക് എന്ന പേരിൽ ഹെന്ന ഡിസൈനിംഗ് മത്സരവും ഈശി ബിലാദിയുടെ ഭാഗമായി നടക്കുന്നുണ്ട്. മീഡിയ 1 ഷാർജ. തീപിടുത്തം. പ്രദേശത്തെ നിരവധി കടകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും തീ പടർന്നു. ഇന്ന് ഉച്ചയ്ക്ക് 3:30യോടെയാണ് തീപിടുത്തമുണ്ടായത്. വിവിധ ഗാരേജുകളും വെയർ ഹൗസുകളും സ്ഥിതി ചെയ്യുന്ന പ്രദേശത്താണ് തീ ആളിപ്പടർന്നത്. സംഭവത്തിൽ ആളപായമുള്ളതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ബഹ്റൈനിലെ മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രവാസികൾക്ക് കർശന നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനുള്ള നിർദ്ദേശത്തിന് പാർലമെന്റ് അംഗീകാരം. രാജ്യത്തിന്റെ മത്സ്യസമ്പത്ത് സംരക്ഷിക്കാനും മേഖലയിൽ സ്വദേശി തൊഴിലാളികൾക്ക് കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കാനും ഉദ്ദേശിച്ചാണ് നടപടി. മത്സ്യബന്ധന രംഗത്ത് വിദേശ തൊഴിലാളികൾക്ക് നിശ്ചിത മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തി നിയന്ത്രണങ്ങൾ കൊണ്ടുവരണമെന്ന് ഒരു സംഘം MPമാരാണ് പാർലമെന്റിൽ ആവശ്യപ്പെട്ടത്. അനിയന്ത്രിതമായ മത്സ്യബന്ധനം മത്സ്യസമ്പത്തിന്റെ സംരക്ഷണത്തിന് തടസ്സമാവുന്നതായി MPമാർ പറഞ്ഞു. രാജ്യത്തിന്റെ സമ്പദ് മേഖലക്കും പരിസ്ഥിതിക്കും ഇത് ആഘാതമേൽപ്പിക്കുന്നതായും വിഷയത്തിൽ ആശങ്കകളുണ്ടെന്നും MPമാർ ചൂണ്ടിക്കാട്ടി. ബഹ്റൈന്റെ പൈതൃകവുമായി ബന്ധപ്പെട്ട മേഖലയാണിതെന്നും ഇതിന്റെ സംരക്ഷണത്തിനായി ദീർഘവീക്ഷണത്തോടെയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും MPമാർ ആവശ്യപ്പെട്ടു. അമിതമായ മത്സ്യബന്ധനവും പരിസ്ഥിതിക്കുണ്ടാകുന്ന തകരാറുകളും ബഹ്റൈനിലെ മത്സ്യബന്ധന മേഖലയുടെ ഭാവിയെക്കുറിച്ച് ആശങ്കകൾ ഉയർത്തുന്നുണ്ട്. ഈ രംഗത്തെ വെല്ലുവിളികൾ നേരിടാൻ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടത് അനിവാര്യമാണെന്നും MPമാർ പാർലമെന്റിൽ ആവശ്യമുന്നയിച്ചു. തുടർന്ന് വിഷയം ചർച്ച ചെയ്ത പാർലമെന്റ് ബഹ്റൈനിൽ മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രവാസികൾക്ക് കർശന നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനുള്ള നിർദ്ദേശത്തിന് അംഗീകാരം നൽകുകയായിരുന്നു. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. UAE ദേശീയ ദിനാവധി ദിവസങ്ങളിൽ ദുബായിലെ പൊതു ബീച്ചുകളിൽ കുടുംബങ്ങൾക്ക് മാത്രമായിരിക്കും പ്രവേശനമെന്ന് ദുബായ് മുനിസിപ്പാലിറ്റി. നവംബർ 30 മുതൽ ഡിസംബർ 3 വരെയാണ് ഈ നിയന്ത്രണം. ബീച്ചുകളിലെ സുരക്ഷയ്ക്ക് 135 രക്ഷാപ്രവർത്തകരെയും 60 ഫീൽഡ് സൂപ്പർവൈസർമാരെയും നിയമിച്ചതായി മുനിസിപ്പാലിറ്റി അറിയിച്ചു. 53ാം UAE ദേശീയ ദിനം ആഘോഷിക്കാൻ 53 GB സൗജന്യ ഡാറ്റ പ്രഖ്യാപിച്ച UAEയിലെ ടെലികോം കമ്പനി ഡു ടെലികോമാണ് പോസ്റ്റ് പെയ്ഡ് ഉപഭോക്താക്കൾക്ക് ആനുകൂല്യം നൽകുക. ഇന്നു മുതൽ ഡിസംബർ 4 വരെയാണ് ഓഫർ. പ്രീപെയ്ഡ് വാർഷിക പ്ലാനിലേക്ക് മാറിയവർക്കും ആനുകൂല്യം ലഭിക്കും. പ്രവാസികളുടെ മൃതദേഹം നാട്ടിലേക്ക് അയക്കുന്ന നടപടികളിൽ ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് ഏർപ്പെടുത്തിയ പുതിയ നിയന്ത്രണങ്ങളെ സ്വാഗതം ചെയ്ത് ദുബായ് KMCC. ക്രമക്കേടുകൾ ഒഴിവാക്കാനുള്ള ശ്രമങ്ങളെ പിന്തുണയ്ക്കുമെന്നും KMCC വ്യക്തമാക്കി. മൃതദേഹങ്ങൾ നാട്ടിലേക്ക് അയക്കുന്നതിൽ ചിലർ കുടുംബങ്ങളെ ചൂഷണം ചെയ്യുന്നുവെന്നും ഇന്ത്യൻ കോൺസുലേറ്റ് പരസ്യമായി മുന്നറിയിപ്പ് നൽകിയിരുന്നു. വളരെ നാളായിട്ട് ബോഡി മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എന്ന് മാത്രമല്ല വിവിധ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് എന്നും വോളണ്ടറി സർവീസ് ഫ്രീ ആയിട്ട് നടത്തുന്ന ഒരു സംഘടനയാണ് ഇന്ത്യൻ കോൺസുലേറ്റിൻ്റെ ദുബൈയിലുള്ള ഇന്ത്യൻ കോൺസുലേറ്റിൻ്റെ ഈ അടുത്ത കാലത്തായിട്ട് അത് സ്ട്രക്ചറൈസ് ചെയ്യണം എന്നുള്ള രൂപത്തിൽ ഇവിടെയുള്ള അംഗീകാരമുള്ള സംഘടനകളെ എംപാനൽ ചെയ്തുകൊണ്ട് അവിടെയുള്ള സംഘടനകളുള്ള വോളണ്ടിയേഴ്സിന് കോൺസുലേറ്റിലേക്ക് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കൊക്കെ എൻട്രി ചെയ്യാനുള്ള സ്പെഷ്യൽ പാസ് കൊടുത്തുകൊണ്ടുള്ള ഒരു സർവീസ് ആരംഭിക്കാൻ കോൺസുലേറ്റ് മുന്നോട്ട് വന്നിട്ടുണ്ട്. വളരെ സ്വാഗതാർഹമായിട്ടുള്ള ഒരു നടപടിയാണിത്. ഇതിലൂടെ സുതാര്യവും അതോടൊപ്പം വളരെ നല്ല രൂപത്തിലുള്ളൊരു സർവീസ്
ഇവിടെയുള്ള ആളുകൾക്ക് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. സിറോ മലബാർ സൊസൈറ്റി ബഹ്റൈനിൽ ആരംഭിച്ചതിന്റെ രജത ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നോർത്തേൺ അറേബ്യ അപ്പോസ്തലിക് വികാരി ബിഷപ്പ് ആൾഡോ ബെറാഡി ചടങ്ങിൽ വിശിഷ്ടാതിഥിയായിരുന്നു. മിഡിസ്റ്റ് അവർ തുടരുന്നു. സൗദി ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ പുതിയ ഔട്ട്ലെറ്റ് ദമാം അൽ ഫക്രിയയിൽ പ്രവർത്തനം തുടങ്ങി. ലുലുവിന്റെ സൗദിയിലെ 57ാമത്തെ ശാഖയാണ് ഇതോടെ പ്രവർത്തനം ആരംഭിച്ചത്. 3 വർഷത്തിനകം സൗദിയിൽ ലുലു ശാഖകളുടെ എണ്ണം 100ലേക്ക് ഉയർത്തുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. സൗദിയിൽ ലുലുവിന്റെ റീറ്റെയിൽ സേവനം വിപുലമാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ ശാഖ പ്രവർത്തനം ആരംഭിച്ചത്. ദമാം അൽ ഫക്രിയയിലാണ് പുതിയ ലുലു ഹൈപ്പർ മാർക്കറ്റ് തുറന്നത്. ലുലുവിന്റെ സൗദിയിലെ 57ാമത്തെ ഹൈപ്പർ മാർക്കറ്റാണ് ഇത്. കുത്തുബുദ്ദീൻ അൽ ഷാഫി സ്ട്രീറ്റിലാണ് പ്രവർത്തനം. വെസ്റ്റ് ദമാം മുനിസിപ്പാലിറ്റി മേധാവി ഫായിസ് ബിൻ അലി അൽ അസ്മരി ഉദ്ഘാടനം നിർവഹിച്ചു. ലുലു സൗദി ഡയറക്ടർ ഷഹീം മുഹമ്മദ്, ഈസ്റ്റേൺ പ്രൊവിൻസ് റീജിയണൽ ഡയറക്ടർ മൊയ്സ് നൂറുദ്ദീൻ, ഈസ്റ്റേൺ പ്രൊവിൻസ് എക്സിക്യൂട്ടീവ് മാനേജർ മുഹമ്മദ് ബഷീദ്, ഈസ്റ്റേൺ പ്രൊവിൻസ് അഡ്മിനിസ്ട്രേഷൻ മാനേജർ സായിദ് അൽ സുബൈ തുടങ്ങിയവർ സംബന്ധിച്ചു. 20,000 സ്ക്വയർ ഫീറ്റിലുള്ള ഔട്ട്ലെറ്റിൽ ഗ്രോസറി, ഫ്രഷ് ഫുഡ്, ബേക്കറി, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺ, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരവും ഉപഭോക്താക്കൾക്കായി പ്രത്യേകം ഒരുക്കിയിട്ടുണ്ട്. ലേറെ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യവും ലഭ്യമാണ്. 3 വർഷത്തിനകം സൗദിയിലെ ലുലു സ്റ്റോറുകളുടെ എണ്ണം 100ലേക്ക് ഉയർത്തുകയാണ് ലക്ഷ്യം. വിശുദ്ധ നഗരങ്ങളായ മക്കയിലും മദീനയിലും 2 മാസത്തിനകം 4 പുതിയ ലുലു സ്റ്റോറുകൾ കൂടി തുറക്കുമെന്നും സൗദി ഡയറക്ടർ ഷഹീം മുഹമ്മദ് പറഞ്ഞു. മീഡിയ 1 ദമ്മാം. കുവൈറ്റിലെത്തിയ KMCC മുൻ സംസ്ഥാന പ്രസിഡന്റ് കുഞ്ഞമ്മദ് പേരാമ്പ്രയ്ക്ക് പേരാമ്പ്ര മണ്ഡലം കമ്മിറ്റി സ്വീകരണം നൽകി. മക്ബൂലയിൽ നടന്ന ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് RK അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. അബ്ദുൾ റസാഖ് വാളൂർ ഉദ്ഘാടനം ചെയ്തു. മലയാളം മിഷൻ ഒമാൻ അക്ഷരം വിതരണം ചെയ്തിരുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് നടന്നു. 2024 സാംസ്കാരിക മഹോത്സവത്തോടനുബന്ധിച്ചായിരുന്നു നറുക്കെടുപ്പ്. വിജയികളായവരെ അഭിനന്ദിക്കുന്നതോടൊപ്പം കൂപ്പൺ പ്രവർത്തനവുമായി സഹകരിച്ച മുഴുവൻ ഭാഷാ സ്നേഹികളോടും ഭാരവാഹികൾ നന്ദി അർപ്പിച്ചു. മാതാവിന്റെ മരണമറിഞ്ഞ് നാട്ടിൽ പോയി മടങ്ങിയെത്തിയ മലയാളി അബുദാബിയിൽ മരിച്ചു. കാഞ്ഞങ്ങാട് സ്വദേശി MP ഇർഷാദാണ് മരിച്ചത്. 2 ആഴ്ച മുൻപാണ് ഇർഷാദിന്റെ മാതാവ് മൈമൂന മരിച്ചത്. നാട്ടിലെത്തി ഖബറടക്കം പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസം അബുദാബിയിൽ മടങ്ങിയെത്തിയ ഇർഷാദ് കടക്കുള്ളിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. കുപ്പിവെള്ളത്തിൽ ലയിപ്പിച്ച ക്രിസ്റ്റൽ മെത്ത് കടത്താൻ ശ്രമിച്ച 2 പേർ ഒമാനിൽ പിടിയിൽ. സൗത്ത് ബാത്തിനയിലാണ് ഏഷ്യക്കാർ അറസ്റ്റിലായത്. പ്രതികളെ സൗത്ത് ബാത്തിന പോലീസിന്റെ നേതൃത്വത്തിലുള്ള ആന്റി നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് വിഭാഗമാണ് പിടികൂടിയത്. ഇവർക്കെതിരെയുള്ള നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു.